നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, എന്റെ സുഹൃത്ത് ബോബി കുഞ്ഞ് കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്നലെ നടന്ന സംഭവങ്ങളെ പറ്റിയാണ്. ഡൽഹിയിൽ നടന്ന സംഭവങ്ങൾ. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. ബി ജെ പിക്കാർ ഇതുവരെ പറഞ്ഞിരുന്നു ഞങ്ങൾ യു പി എ അല്ല, ഞങ്ങളുടെ മന്ത്രിമാർ രാജിവെക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് വ്യതിരിക്തമായി അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. അതിന് കാരണം CJP എന്ന് പറയാവുന്ന ഒരു യൂത്ത് മൂവ്മെന്റും അതിന് കിട്ടിയ പൊളിറ്റിക്കൽ സപ്പോർട്ടുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ആദ്യമായി CJP അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഉപയോഗിച്ച സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, പ്രത്യേകിച്ച് റീൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ 2 ദിവസമായി കാണുന്നു. വളരെ ശക്തമായി BJPക്കെതിരെ, പ്രൈം മിനിസ്റ്റർക്കെതിരെ, പോലീസിനെതിരെ ഒക്കെയുള്ള വളരെ ശക്തമായി ഉള്ള ഒരു റെസ്പോൺസ് ആണ് ഇത്. എനിക്ക് തോന്നുന്നത് സാധാരണ പൊളിറ്റിക്കൽ ഒരു 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 ഒപ്പോസിഷൻ പോലെ അല്ലത്. ഇത് താഴെ തട്ടിൽ നിന്നും വളരെ പേഴ്സണലി ആൾക്കാർ, കുട്ടികൾ, എനിക്ക് തോന്നുന്നില്ല ഒരു പ്രൈം മിനിസ്റ്റർ ഇതുപോലെ യങ്സ്റ്റേഴ്സ് ഹിന്ദിയിൽ തെറി വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്ര ശക്തമായിട്ടാണ് ഈ റെസ്പോൺസ് ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പോകും? ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJP നിൽക്കുന്ന ഐഡിയോളജിക്കെതിരായിട്ടുള്ള ശക്തമായ ജെൻ-സി, അതായത് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പലരും പറയുന്ന അവരുടെ റെസ്പോൺസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് എങ്ങനെ ഉരുത്തിരിയും എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഒന്ന് വളരെ ക്ലിയർ ആണ്. ഇന്ത്യ എന്ന രാജ്യം ഇതുപോലുള്ള യങ്സ്റ്റേഴ്സിന്റെ സമരം കൊണ്ട് ഉണ്ടായ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സമരങ്ങൾക്ക് തീർച്ചയായും ഇന്ത്യയിൽ ഇന്നും 2, 3, 4 ജനറേഷൻ ആയിട്ടും ഒരു വില അല്ലെങ്കിൽ അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ സമരം, ഈ രാജി പലതിന്റെയും തുടക്കമാകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോബി, എന്താണ് താങ്കളുടെ നിരീക്ഷണം ഇതിൽ? സംശയമില്ലാതെ 12 കൊല്ലത്തിന്റെ ഇടയിൽ ആദ്യമായി വേറെ സമരങ്ങൾ ഉണ്ടായിട്ടില്ല. വേറെ ശക്തമായ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CAA-ക്കെതിരായും കർഷകരെ സമരം എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ചരിത്രത്തില്, ഇവരെ ചരിത്രത്തിൽ, ഈ 12 കൊല്ല ചരിത്രത്തിൽ ആദ്യമായി മോദി സർക്കാർ ബ്ലിങ്ക് ചെയ്യുന്ന, കണ്ണടയുന്ന ആദ്യത്തെ സമരമാണ്. ഇവർ സമരം തുടങ്ങുമ്പോൾ ഇവര് വിചാരിച്ചത് ഇത് ഒരു ചെറിയ സമരമായിരിക്കും, 5,000-6,000 പേര് സമരമായിരിക്കും. ഇവര് വലുതാവൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് എങ്ങോട്ട് പോവും, സ്റ്റുഡൻസ് അത് സസ്റ്റെയിൻ ചെയ്യും, ഇതൊന്നും ഇവര് വിചാരിക്കുന്നില്ല. ഇതില് ആ ഒരു അണ്ടർ എസ്റ്റിമേഷന്റെ പുറത്താണ് ഈ സമരം മുന്നോട്ട് പോവുകയും പിന്നെ വേറെ രക്ഷയില്ല. ധർമ്മേന്ദ്ര പ്രധാന് കുരുതി കൊടുക്കുകയല്ലാതെ വേറെ രക്ഷയില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ് ഈ സമരത്തിന്റെ കാരണം തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന് റിസൈൻ ചെയ്യുന്നത്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്യുമ്പോഴും അത് ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാളെ റെസിഗ്നേഷന്റെ സമയത്ത് ഇയാൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളുടെ റെസിഗ്നേഷന്റെ when he says that he's taking responsibility and resigning, he also says, ഇതും കൂടെ അയാൾ പറയുന്നുണ്ട്, ആന്റി നാഷണൽസ് ഇന്ത്യയെ ഹോസ്റ്റേജായി ട്രീറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ റിസൈൻ ചെയ്യുന്നത്. അപ്പൊ അയാൾ ആ നെഗറ്റീവ് ടേൺ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അത് ഒരു വശത്ത്. ഇനിയൊരു വശത്തുള്ള എനിക്ക് ഭയങ്കര കൺസേൺ തോന്നുന്ന ഒരു കാര്യം, ഇയാൾ റിസൈൻ ചെയ്ത ഉടനെ 2 കാര്യങ്ങളുണ്ട്. കൺസേൺ തോന്നുന്ന 2 കാര്യങ്ങളുണ്ട്. ഇയാൾ റിസൈൻ ചെയ്ത ഉടനെ ഇയാൾക്ക് പകരം കയറ്റിയിട്ടുള്ള ആള് പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന ഒരാളാണ്. ഈ പ്രഹ്ലാദ് ജോഷി ധർമ്മേന്ദ്ര പ്രധാനേക്കാളും ഭയങ്കര ഒരു RSSകാരനും അയാളെക്കാളും വളരെ ഓർത്തഡോക്സും ഐഡിയോളജിക്കലായിട്ട്
കാരണം ഇദ്ഗാ മൈതാൻ ഇങ്ങനെ പല സമരങ്ങളിലും അയാൾ വളരെ ഓപ്പൺ ആയിട്ട് ആന്റി മുസ്ലിം റെറ്റോറിക് പറഞ്ഞു നടന്നിരിക്കുന്ന ഒരാളുമാണ്. അപ്പൊ അതെങ്ങനെ, ഹൗ വിൽ ദറ്റ് പ്ലേ ഔട്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. ഐ മീൻ അറ്റ് ദ മൊമെന്റ് ഐ എം സെയിങ് CJP ഹാസ് ബീൻ സക്സസ്ഫുൾ. പക്ഷെ ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം, സർക്കാർ ഇവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സാധനം, ഈ എക്സാം പേപ്പർ ലീക്കിന് വേണ്ടിയിട്ട് 2024 ബില്ല് ആക്ട് അവർ അമെൻഡ് ചെയ്യുകയാണ്. അപ്പൊ അമെൻഡ് ചെയ്യാൻ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തു, ബില്ല് സർക്കുലേറ്റ് ചെയ്തു. ഈ ബില്ല് ഭയങ്കര ഇത് യൂഷ്വൽ ആയിട്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും നിർഭയ സമയത്തും ഒക്കെ ചെയ്യുന്ന ഒരു യൂഷ്വൽ ടെക്നിക്കാണ്. ഇതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. ഇതിൽ ഇവര് ഉടനെ ചെയ്തത് ലീക്കിന് പണിഷ്മെന്റ് കൂട്ടി, 3 കൊല്ലത്തിൽ നിന്ന് 5 കൊല്ലം അങ്ങനെ പണിഷ്മെന്റ് കൂട്ടി. പണിഷ്മെന്റ് കൂട്ടി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എക്സാം ലീക്സ് ഇത് ചെയ്യാൻ. മൂന്നാമത് ഇവർ പറയുന്ന സ്പെഷ്യൽ കോർട്സ്, ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ഇതിന് വേണം. ഇത് എല്ലാ സർക്കാരുകളും, BJP മാത്രമല്ല NDA മാത്രമല്ല, എല്ലാ സർക്കാരുകളും ക്രൈസിസിന് റെസ്പോണ്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജയിൽ സമയം പണിഷ്മെന്റ് കൂട്ടിയോണ്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും. പണിഷ്മെന്റ് കൂട്ടി ഡെത്ത് പെനാൽറ്റി വരെ വന്നു. റേപ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ത്യ ഇസ് പെർഹാപ്സ് റേപ്പ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് റേപ്പ് നിൽക്കുന്നൊന്നുമില്ല. ഇപ്പൊ പണിഷ്മെന്റ് കൂട്ടിയോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി എഫക്റ്റീവ്, ഇറ്റ്സ് അനദർ ബ്യൂറോക്രസി. പിന്നെ ഈ സ്പെഷ്യൽ കോർട്സ് എന്ന് പറയുന്ന ഒരു സാധനം യൂണിഫോമലായിട്ട് എല്ലാ സ്റ്റേറ്റിലും ഇത് ചെയ്യണമെങ്കിൽ അതിലുള്ള ഒരു വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആക്ച്വലി സ്പെഷ്യൽ കോർട്സ് ശരിക്കും വർക്ക് ചെയ്യുന്ന പോക്സോ കോർട്സ് മാത്രമാണ്. കേരളത്തിൽ, നമ്മൾ കേരളം ഒരു എക്സാമ്പിൾ ആയിട്ടാണ്, കേരളത്തില് SC/ST പ്രിവെൻഷൻ ആക്ടിന്റെ സ്പെഷ്യൽ കോർട്സ് 14 ജില്ലകളിൽ 7 ജില്ലകളിലേ ഉള്ളൂ. കേരളത്തില് ഈ എക്സാം ലീക്കിന് സ്പെഷ്യൽ കോർട്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, കേരളത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? കേരളം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലീക്കൊന്നും സംഭവിക്കാത്ത എന്റെ അറിവില്. ഇതിനകത്ത് ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂവേ അല്ല. ഇത് ഇന്നത്തെ സർക്കാരിനെതിരെ ഉള്ള ഡിസ്കണ്ടന്റ്, അത് അങ്ങനെയായിട്ട് ഞാൻ കാണുന്നത്. അതായത് അക്കൗണ്ടബിലിറ്റി, എല്ലാത്തിനും നിങ്ങൾ പൈപ്പ് കൊണ്ടുവന്നു, എല്ലാത്തിനും മോഡിജി ക്രെഡിറ്റ് എടുക്കുന്നു, എല്ലാത്തിനും നമ്മൾ മോഡിജിയെ സ്തുതി പാടിക്കൊണ്ട് ഒരു റേഡിയോ അല്ലെങ്കിൽ TV ജിങ്കിൾ നമ്മൾ കാണുന്നു. പക്ഷേ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ മോഡിജിയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ തയ്യാറല്ല. അവിടെയാണ് പ്രശ്നം. ഇത് നിങ്ങൾ 12 വർഷമായി ആരോ പറഞ്ഞ പോലെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഗതി ഒരു വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അത് നീറ്റ് എന്ന് പറയുന്നത് ആസ്പിറേഷണൽ യൂത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകുന്നു. അപ്പൊ അവിടെ സീരിയസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ അതിനെ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അതൊരു സീരിയസ് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടത് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു രോഷമല്ലേ ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ, എനിക്കൊന്ന് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഫെയിൽഡ് ഇൻ ഡെലിവറിങ് ജസ്റ്റിസ്. ഞാൻ പറഞ്ഞത് അവര് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഇതിനെ ഒതുക്കാൻ നോക്കുകയാണ്. അത് നടക്കില്ല. അത് ആരോ വയറിലൊരു ഇന്റർവ്യൂവില് ഒരു ജേർണലിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. ഈ നെഗറ്റീവ് ആദ്യമായിട്ടാണ് BJPയുടെ കയ്യിലില്ലാത്ത നെഗറ്റീവായി പോയത്. അവർക്ക് ഈ നെഗറ്റീവ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺക്ലൂഷൻ പറയാം. ഇന്ത്യയുടെ ലിബറൽ ഡെമോക്രാറ്റിക് സ്പേസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ അറ്റംപ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. അത് ഏകദേശം ആ കാര്യത്തിൽ ജെൻസി നമ്മളെ സഹായിച്ചിരിക്കുന്നു. അതായത് നമുക്കിപ്പം ധൈര്യമായിട്ട് പലതും പറയാനും പൊളിറ്റിക്കൽ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനും സൊസൈറ്റിയിലെ പൊതുവെ ആൾക്കാർക്ക് ഒരു ധൈര്യം വന്നിരിക്കുന്നു. അതിന് കാരണം ഈ സമരം തന്നെയാണ്. അതിന് കാരണം ഇന്ത്യ നിർത്തിയിരുന്ന ഒരു ഡെമോക്രാറ്റിക് സ്പേസ്, ലിബറൽ സ്പേസ് അവിടെ തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഇത് സെക്ടേറിയൻ അല്ലായിരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയോ ഫാമേഴ്സോ ഓഫീസേഴ്സോ ഒന്നുമല്ല. ഇത് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ജെൻസി അവരാണ് ചെയ്തത്. അത് ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. അവർക്കാണ് നാളെ
ഇന്ത്യ ഡെമോക്രാറ്റിക് ലിബറൽ സൊസൈറ്റി ആയിട്ട് നിൽക്കാനുള്ള ആവശ്യകത കൂടുതൽ ഫീൽ ചെയ്തെന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ വളരെ സന്തോഷജനകമായ ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നാളെ അവരുടേതാണ്, നമ്മളുടേതൊന്നും അല്ല. One thing I also have to add, I hope ഇക്കെ തന്നെ ആവണമെന്നില്ല, ഐ ഹോപ്പ് മോർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കം ഔട്ട് ഓഫ് ദ മൂവ്മെന്റ്. യെസ്, ഈ മൂവ്മെന്റിൽ നിന്ന് അല്ല അത് നാച്ചുറൽ തിങ്. ആപ്പ് വന്ന പോലെയല്ല, പേഴ്സണലൈസ്ഡ് പൊളിറ്റിക്സ് ചെയ്യുന്ന ആപ്പ് വന്ന പോലെയല്ല. അത് വളരെ ദിപ്കെ എന്ന് പറയുന്ന കക്ഷി കുറച്ചുകൂടി എക്സ്പോസ്ഡ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ പുള്ളി വളരെ കൃത്യമായി എന്നെ ഹീറോ ആക്കാൻ വരരുത്, ഞാനല്ല നിങ്ങളൊക്കെയാണ്, ഞാൻ അതിന്റെ മുമ്പിൽ നിന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു മനസ്ഥിതി ഉള്ള ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വേറൊരു കെജ്രിവാൾ ആവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി. അതായത് ഇന്ത്യയിലെ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സംവിധായകൻ അരവിന്ദന്റെ ഒരു വാക്ക് ഉദ്ധരിക്കേണ്ടി വരുന്നു. അദ്ദേഹം എമർജൻസിയുടെ ലിഫ്റ്റ് ചെയ്യുന്നതിനും വരെ അദ്ദേഹം വിശ്വാസി അല്ലായിരുന്നു. എമർജൻസി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ ദൈവവിശ്വാസിയാണ്. കാര്യം എന്ന് വെച്ചാൽ എന്റെ ജീവിതകാലത്ത് എമർജൻസി ലിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല, പക്ഷെ അത് നടന്നിരിക്കുന്നു. അത് അന്ന് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അത് ചെയ്തത് പ്രബുദ്ധരായ മലയാളികളോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസോ അല്ല, നിരക്ഷരായ വടക്കേ ഇന്ത്യയിലെ വോട്ടേഴ്സാണ് ചെയ്തത്. അവർ വിത്ത് വെഞ്ചിയൻസ്. എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെയാണ് ഇന്ന് ഇത് ചെയ്തേക്കുന്നത്. നമ്മളുടെ യൂഷ്വൽ വിപ്ലവകാരികളൊന്നുമല്ല അവർ ചെയ്തേക്കുന്നത്. ഈ നമ്മളൊക്കെ അല്ലെങ്കിൽ പൊതുവെ മലയാളികൾ പുച്ഛിച്ച് തള്ളുന്ന വടക്കേ ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത ഇതിന്റെ. അതായത് നമ്മളുടെ യൂഷ്വൽ വിപ്ലവ വായാടിത്വം ഒന്നും അല്ല ഈ രാജ്യത്തിന് വേണ്ടത്. ഇതിന് വേണ്ടത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഡെമോക്രാറ്റിക് ലിബറൽ സ്പേസ് ആണ്. അത് യങ്സ്റ്റേഴ്സ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഞങ്ങളൊക്കെ കുറെ പേര് 60 കഴിഞ്ഞവർ പറയാറുണ്ടായിരുന്നു, നമ്മൾ ജീവിച്ച ഇന്ത്യ അല്ല ഇപ്പോൾ ഉള്ളത്, നമ്മൾ വേറൊരു ഇന്ത്യയിൽ മരിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് മാറി വരുന്നു എന്നുള്ളത് പേഴ്സണലി എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷജനകമാണ്. ഞാൻ വളർന്ന ഇന്ത്യ നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ വലിയൊരു തുടക്കമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബോബി, ഐ ഹോപ്പ് യു അഗ്രി വിത്ത് മീ ആൻഡ് otherwise we will conclude. ഡെഫിനറ്റ് ആയിട്ട് ഒരു കാര്യം ഉണ്ടാവുന്ന ഒരു ഞാൻ വളർന്നു വരുന്ന ഒരു സാഹചര്യം, SFI നമ്മളൊരു പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആണ്. അത് നമ്മൾ ഇതിൽ വേറെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിനൊന്നും ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആരും പവറിലുണ്ടായിരുന്നാലും നമുക്കൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പോംവഴി ഉണ്ടാവും, ജുഡീഷ്യറി എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. വാജ്പേയി വന്നപ്പോഴും എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വന്നിട്ടില്ല. പേടി ഉണ്ടായിരുന്നു, പക്ഷെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വന്നിട്ടില്ല. മോദി വന്നപ്പോഴാണ് അത് പെട്ടെന്ന് ഡിറ്റീരിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ ജനറേഷന് ആക്ച്വലി ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനോട് റെസ്പോണ്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ പോളിറ്റിക്സിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെയല്ല ഇവര് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇവരുടെ എക്സിസ്റ്റൻസ് ഇസ് ബീയിങ് ക്വസ്റ്റ്യൻ. അതിന് അവര് റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ ആ റെസ്പോൺസ് എനിക്ക് ആദ്യം അതിനെക്കുറിച്ച് ആ റെസ്പോൺസ് എത്ര ദൂരം പോകും എന്നുള്ളതിനെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവര് ആ റെസ്പോൺസ് ക്യാരി ചെയ്തു, ഇങ്ങോട്ട് എത്തിച്ചു. ഇനി പെർഹാപ്സ് ജന്തർ മന്ദറിൽ സമരം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവര് ഇൻസ്റ്റാഗ്രാം പേജുകളിലും മറ്റേ സ്ഥലത്ത് ഇവർക്ക് ധൈര്യം വന്ന സ്ഥിതിക്ക് ഇത് എങ്ങോട്ട് പോകുന്നുള്ളതാണ് ഇഷ്യൂ. ആര് കണ്ടു, ആരിതിനെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. അത് അടുത്ത മാസങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ UP, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ഇലക്ഷൻ തന്നെയായിരിക്കും. അവിടെ ആയിരിക്കും ഇതിന്റെ മാറ്റ് ഉരയ്ക്കപ്പെടുക.
അത് തന്നെയായിരിക്കും പിന്നീട് 2029 ലോക്സഭ ഇലക്ഷനിലും വരുന്നത്. ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഡീലിമിറ്റേഷൻ എന്ന ബി ജെ പിയുടെ സ്വപ്നം അത് നടക്കുമോ എന്നുള്ളൊരു സംശയം കൂടി ഇതിൽ നിന്ന് തരുന്നുണ്ട്. കാര്യത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ DMK പോലും ഇപ്പോൾ മടിച്ച് സപ്പോർട്ട് ചെയ്യാൻ പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇന്ത്യ തിരിച്ചു പിടിക്കുക, പഴയ ഇന്ത്യ തിരിച്ചു പിടിക്കാനുള്ള ഒരു നല്ല സമരമായി അല്ലെങ്കിൽ നല്ല ഉയർത്തെഴുന്നേൽപ്പായി ഇതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.